നമസ്കാരം. എസ് ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മളുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും അധികം കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ശബരിമലയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട ഒരു വലിയ ധൂർത്തിനെ കുറിച്ചാണ്. മുഖ്യമന്ത്രിക്ക് കിടക്കാൻ 1 ലക്ഷം രൂപയുടെ കട്ടിലും ബെഡും. ഇപ്പം മുഖ്യമന്ത്രി ആ കട്ടിലും ബെഡും, ഇനി അതിനെക്കുറിച്ച് തന്നെ തുടക്കത്തിൽ അത് പരാമർശിച്ച് തന്നെ പോകാം. മുഖ്യമന്ത്രി ഈ കട്ടിലും ബെഡും തിരിച്ച് നേരെ ക്ലിഫ് ഹൗസിലേക്ക് കൊണ്ടുവരികയോ അല്ലെങ്കിൽ പിണറായിയിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയല്ല ചെയ്തത്. പമ്പ ഗസ്റ്റ് ഹൗസിൽ ഇത് അവിടെ വെക്കുകയാണ് ചെയ്തത്. അവിടെ വെക്കുന്നു, അവിടെ വരുന്ന ഇനിയും അവിടെ ആരൊക്കെ താമസിക്കുന്നുണ്ടോ, ആ ഗസ്റ്റ് ഹൗസിൽ ആരൊക്കെ വരുന്നുണ്ടോ അവർക്കെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കട്ടിലാണ്. എന്നാൽ ഈ കട്ടിൽ മുഖ്യമന്ത്രിക്ക് കിടക്കാൻ വേണ്ടി മാത്രമായിട്ട് പ്രത്യേകമായി തയ്യാറാക്കി വേറെ ഏതോ അന്യനാട്ടിൽ നിന്നുള്ള ഏതോ വലിയ വില കൂടിയ തടിയൊക്കെ കൊണ്ടുവന്ന് നിർമ്മിച്ച് ഈ ബെഡ് ഈ 1 ലക്ഷം രൂപ വിലയുള്ള ബെഡ് എവിടെ നിന്നോ വരുത്തി, അങ്ങനെയൊക്കെ ആയിരിക്കും ഇപ്പോൾ ജനങ്ങൾ തെറ്റിദ്ധരിക്കുന്നത്. അപ്പോൾ ഈ മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രിയെ തകർക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി ഇങ്ങനെ വലിയൊരു ധൂർത്ത് നടത്തിയിരിക്കും. 11 കോടി രൂപ ഇതിന് ചെലവായി കഴിഞ്ഞിരിക്കുന്നു എന്ന തരത്തിലുള്ള മാധ്യമ വാർത്തകൾ കേൾക്കുമ്പോൾ സത്യത്തിൽ ഒരു അന്ധാളിപ്പ് നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നും. ജനങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു വല്ലാത്ത 11 കോടി രൂപ മുടക്കിക്കൊണ്ട് മുഖ്യമന്ത്രി നടത്തിയ ഒരു PR വർക്കാണല്ലോ ഇത് എന്ന് ജനങ്ങൾക്കൊരു ധാരണ ഉണ്ടാക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇനിയും ഇതിന് മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഉചിതം എന്ന് തോന്നുന്നു. എന്തിനാണ് ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത്? അതായത് ശബരിമല എന്ന് പറയുന്ന ദേവാലയത്തെ ഒരു ആഗോള പ്രശസ്തിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടും അവിടെ വരുത്താൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങളെക്കുറിച്ച് വിശകലനം ചെയ്യുന്നതിനും മാസ്റ്റർ പ്ലാൻ അടക്കമുള്ളവ നടപ്പിലാക്കുന്നതിനെക്കുറിച്ചുമൊക്കെ ചർച്ച ചെയ്യാനും ഇനിയുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ എത്തുന്നൊരു ഭക്തജനങ്ങൾക്ക് പോരായ്മകളായി തോന്നുന്നത് അത് പരിഹരിക്കുന്നതിന് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ സ്വരുക്കൂട്ടാനും ഒക്കെ വേണ്ടിയിട്ട് നടത്തിയ ഒരു വലിയ വിപുലമായ പരിപാടി തന്നെയായിരുന്നു ആഗോള അയ്യപ്പ സംഗമം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ഈ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്ന പരിപാടി നടത്തുമ്പോൾ നമ്മുടെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ റിസ്ക് ഫാക്ടറാണ്. എന്ത് റിസ്ക് ഫാക്ടറാണ് എന്ന് നമ്മൾ ചോദിച്ചാൽ അതിനകത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ശബരിമല എല്ലാ കാലത്തും ഇടത് സർക്കാരിനെ വേട്ടയാടാൻ വേണ്ടി പ്രതിപക്ഷങ്ങൾ, അതായത് UDFും BJPയും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഏറ്റവും ശക്തിയേറിയതും മൂർച്ചയേറിയതുമായ ഒരു ആയുധം തന്നെ ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. 2 തവണ കേരളം ഭരിച്ച മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം, പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ചിന്താഗതി, അതായത് തന്നെ വേട്ടയാടാൻ വേണ്ടി കരുതിക്കൂട്ടിയിരിക്കുന്നവരുടെ കയ്യിലേക്ക് ആയുധം വെച്ച് കൊടുക്കുന്ന തരത്തിലേക്ക് ഇതിനെ കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ള ഒരു മുൻവിധി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉണ്ടായിരുന്നില്ല എന്നാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ നമ്മളായിരിക്കും ഏറ്റവും വലിയ മണ്ടന്മാർ. കാരണം അവിടെ ഉണ്ടാകുന്ന ഏതൊരു കാര്യവും കൃത്യമായ ഓഡിറ്റിങ്ങിന് വിധേയമാക്കപ്പെടുമെന്നും അത് തനിക്കെതിരായി വരുന്ന ഏറ്റവും വലിയ ആയുധമായിരിക്കുമെന്നുള്ള കാര്യം പിണറായി വിജയന് നന്നായി അറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇടതുപക്ഷ സർക്കാർ ശബരിമലയെ വെച്ചുകൊണ്ട് ഒരു വലിയ അഴിമതിക്ക് കുട പിടിച്ചു കൊടുക്കില്ല എന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത്രത്തോളം പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് ആ പരിപാടി ആഗോള അയ്യപ്പ സംഗമം അവിടെ സംഘടിപ്പിച്ചത്. അവിടെ ഭക്ഷണം കഴിച്ചതാണ് ഏറ്റവും വലിയ പ്രശ്നം. വെറും 665 പേർ മാത്രമാണ് അവിടെ പങ്കെടുത്തത് എന്ന് വ്യാപകമായ ഇവിടെ പ്രശസ്തി കൊടുക്കുന്ന സാഹചര്യത്തിൽ പോലും ഇപ്പോൾ അവർ പറയുന്നത് 4000 പേർക്ക് ഫുഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 8000 രൂപയുടെ ഫുഡിന് ചിലവ് വന്നു എന്നാണ് പറയുന്നത്. ശരിയായിരിക്കാം. കാരണം എന്താണ്, ഒരു സ്ഥലത്ത് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമ്മുടെ വീട്ടിൽ ഭക്ഷണം നമ്മുടെയൊക്കെ വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കിയിരുന്നാലും ശരി, അവിടേക്ക് ഒരു അതിഥികൾ എത്തിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ജോലിക്ക് വരുന്നവരോ അല്ല മറ്റെന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ, അവർക്ക് നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ ഭക്ഷണം കൊടുക്കുന്നത് പതിവായിട്ടുള്ള ഒരു ശീലമാണ്. അതായത് അവിടെ ഉണ്ടായിരുന്ന ആ സമയത്ത് അവിടെ ആരൊക്കെ ഈ പറയുന്ന 4000 പേർ ഡെലിഗേറ്റ് മാത്രമാണ്, അതിലേക്ക് രജിസ്റ്റർ ചെയ്യപ്പെട്ടവർ മാത്രമാണ് ഈ 4000 ചില്ലുവാനം പേരെന്ന് പറഞ്ഞാൽ. അതേസമയം അവിടുത്തെ ട്രോളി കൊണ്ടുപോകുന്നവരുണ്ട്, അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട്, ഭക്തന്മാരുണ്ട്, അങ്ങനെ നിരവധിയായ ജനങ്ങൾ വേറെയും ഉണ്ടെന്നേ അവിടെ ശബരിമലയിൽ അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പമ്പയിൽ തന്നെയുണ്ട്. അപ്പോൾ അവർക്കും കൂടി അവിടെ നിന്ന് ഭക്ഷണം നൽകുന്നു. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ വരുന്ന സമയത്ത് പറയാൻ പറ്റുമോ, 4000 പേർക്കുള്ള ഭക്ഷണം മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് ഭക്ഷണം തരാൻ കഴിയില്ല എന്ന് അവരോട് മുഖത്ത് നോക്കി നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും? മനുഷ്യത്വമുള്ള മനസാക്ഷി ഇനിയും മരവിച്ചിട്ടില്ലാത്തവർക്ക് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ സാധിക്കുന്ന കാര്യമല്ല. അവർക്ക് കൂടി ഭക്ഷണം നൽകും. അത് സ്വാഭാവികമായി നടക്കുന്ന കാര്യമാണ്. കെ മുരളീധരൻ അടക്കമുള്ള നല്ല വിവരമുള്ള മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകർ പോലും ഈ ഒരു നടപടിയെ അധിക്ഷേപിക്കുമ്പോൾ സത്യത്തിൽ അവരോടൊക്കെ പുച്ഛം മാത്രമാണ് തോന്നുന്നത്. അവിടെ ഇത്രയും പേർക്ക് നിങ്ങൾ 8000 പേർ എന്ത് ഭീമന്മാരാണോ അവിടെ വന്ന് ആഹാരം കഴിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ്. ഒരാൾ തന്നെ 4 പേർക്ക് വേണ്ട ആഹാരം കഴിക്കുന്നു. 4 പേർ കൂടി അവിടെ അധികം പറ്റ ആഹാരം കഴിച്ചു എന്നേ. അതെന്താ മനസ്സിലാക്കാതെ പോകുന്നത്?
അപ്പോൾ അങ്ങനെ ഭക്ഷണശാലയിൽ ആർക്കും പിന്നെ ഈ പറയുന്ന പോലെ ഡിവിഷനൊന്നുമില്ല, ഇന്ന നിങ്ങൾ മാത്രമേ കഴിക്കൂ, അവിടെ പാസ് വെച്ചിട്ടൊന്നും ആയിരുന്നില്ലല്ലോ ഭക്ഷണം വിതരണം ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ആർക്കും ആഹാരം എന്ന് പറയുന്നതിനെ നിഷേധിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അക്കാര്യത്തിൽ ഇടതുപക്ഷക്കാർ ഒരു മുൻപന്തിയിൽ നിൽക്കുന്നു എന്നുള്ളത് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന് വരെ കൃത്യമായി അറിയാം. എന്നാൽ ഈ പരിപാടി നടത്തിയത് മൊത്തം 11 കോടി രൂപയാണോ? ഇല്ല, 4 ചില്ലറ ചിലവായിട്ടുള്ളൂ. ഇതിൽ 3 കോടി രൂപ അത് പ്രത്യേകം ഹൈക്കോടതിയുടെ നിബന്ധന ഉണ്ടായിരുന്നു. അതായത് ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിന് വേണ്ടി, ഇതാണ് മാധ്യമങ്ങൾ അന്ന് എഴുതിയത്, കോടതി കടിഞ്ഞാണിട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾ എഴുതി പിടിപ്പിച്ച ഒരു കാര്യമുണ്ടായിരുന്നു. ഹൈക്കോടതി പറഞ്ഞു ദേവസ്വം ബോർഡിന്റെ ഫണ്ടിൽ നിന്നും ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിന് വേണ്ടി പണം ഉപയോഗിക്കാൻ പാടില്ല. അന്ന് സർക്കാർ പറഞ്ഞു ഇതെല്ലാം സ്പോൺസർഷിപ്പാണ് എന്ന് പറഞ്ഞു. ഇതിനുവേണ്ടി പ്രത്യേകമായി തയ്യാറാക്കിയ ധനലക്ഷ്മി ബാങ്കിന്റെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലേക്ക് 3 കോടി രൂപ സർക്കാർ ഒരു പ്രത്യേക ഇതിലേക്ക്, അതായത് മതപരമായ പ്രഭാഷണങ്ങളും സംവാദവും എന്ന് പറയുന്ന ഒരു ഹെഡിൽ നിന്നും കുറച്ച് തുക അവിടെ അനുവദിക്കുന്നു. 3 കോടി രൂപ ദേവസ്വം ബോർഡിൽ നിന്ന് നൽകുന്നു. ആഗോള ഈ പറയുന്ന ഈ പ്രത്യേകമായി എടുത്ത ആ SB അക്കൗണ്ടിലേക്ക് ധനലക്ഷ്മി ബാങ്കിന്റെ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആ തുക 17/10/2025 ഒക്ടോബർ മാസം 17-ാം തീയതി തിരിച്ചടയ്ക്കുകയും ചെയ്തിരുന്നു ആ തുക. അപ്പോൾ ഇതിൽ നൽകിയിരിക്കുന്നത് ധനലക്ഷ്മി ബാങ്ക് 2 കോടി രൂപ സ്പോൺസർഷിപ്പ് ഉണ്ട്, കേരള ബാങ്ക് 1 കോടി രൂപ സ്പോൺസർഷിപ്പ് നൽകിയിട്ടുണ്ട്, അതായത് GST ഉൾപ്പെടെ നൽകിയിട്ടുണ്ടായിരുന്നു. ആ തുക നേരെ എന്ത് ചെയ്തു? ഈ പറയുന്ന ആ സ്പോൺസർഷിപ്പിന്റെ തുക തിരിച്ചു കിട്ടിയപ്പോൾ കൃത്യമായി ഒക്ടോബർ മാസം 17-ാം തീയതി തന്നെ ആ തുക ദേവസ്വം ബോർഡിന്റെ അക്കൗണ്ടിലേക്ക് തിരിച്ചു നൽകിയതായി റെസീറ്റുകളുണ്ട്, അത് സംബന്ധിച്ച് രേഖകളുമുണ്ട്. അതോടൊപ്പം ഇതൊരു ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പിനാണ് നൽകിയിരിക്കുന്നത്. ഒരു ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു കമ്പനിക്കാണ് ഇത്, ഇവന്റ് മാനേജ്മെന്റ് ഏജൻസിക്കാണ് ഇത് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു തീരുമാനമുണ്ടാക്കി പിന്നീട് നമ്മൾ ആലോചിച്ച് നോക്കൂ, പിന്നീട് അദാനി ഗ്രൂപ്പ് 1 കോടി രൂപ കൂടി നൽകും എന്ന് അവരും നൽകിയിട്ടുണ്ടായിരുന്നു. സ്പോൺസർഷിപ്പ് എന്നുള്ള നിലയിലേക്ക് നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പമ്പ ഗസ്റ്റ് ഹൗസ് നവീകരിക്കുന്നു, പമ്പ ഗസ്റ്റ് ഹൗസിലേക്ക് വേണ്ട സാധന സാമഗ്രികൾ മേടിക്കുന്നു. ഇതിൻ്റെ എല്ലാം കസ്റ്റോഡിയൻ മുഖ്യമന്ത്രി അല്ല എന്നുള്ള കാര്യം നമ്മൾ എന്തുകൊണ്ട് മറന്നു പോകുന്നു എന്നുള്ളതാണ്. മുഖ്യമന്ത്രി അല്ല ഇതിൻ്റെയൊക്കെ കസ്റ്റോഡിയൻ. ഇതിൻ്റെ എല്ലാം കസ്റ്റോഡിയൻ ദേവസ്വം ബോർഡ് അംഗങ്ങൾ തന്നെയാണ്, അല്ലെ ദേവസ്വം ബോർഡാണ്. ആ ശബരിമലയിലേക്ക് പമ്പ ഗസ്റ്റ് ഹൗസ് അടക്കമുള്ള ശബരിമലയിലേക്ക് വാങ്ങുന്ന ഏതൊരു സാധനത്തിൻ്റെയും യഥാർത്ഥ അവകാശി. ആ നിലയ്ക്ക് അതവിടെ എത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇനിയും നമ്മൾ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇനിയും ഏകദേശം 1,74,40,912 രൂപ ഇനിയും ഈ പറയുന്ന അക്കൗണ്ടിൽ അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പിന്നെ ഇതിനകത്ത് നമ്മൾ ഏകദേശം 1,05,25,424 രൂപയാണ് GST ഉൾപ്പെടെ അവിടെ ചെലവായ തുക. അതായത് നമുക്ക് എല്ലാം കൂടി അവിടെ വേണ്ടി വന്നത് എന്നാണ് പറയപ്പെടുന്നത്. അതായത് ഇവന്റ് മാനേജ്മെന്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് നൽകിയിരുന്ന തുകയാണ് ഈ പറയുന്നത്. അതായത് താമസ സൗകര്യം, അതായത് വിവിധ താമസ സൗകര്യത്തിന് മാത്രമായി ചെലവായ തുക ഏകദേശം 1,27,64,440 രൂപ. അപ്പം ഈ പറയുന്ന തുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ താമസ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി അത് കണക്കാക്കി വരുമ്പോൾ അതിൻ്റെ GST ഉൾപ്പെടെ 1,52,25,424 എന്ന് പറയുന്ന ഒരു തുകയിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തിലെ കണക്കുകളെല്ലാം വളരെ കറക്റ്റാണ്. എന്നാൽ ഈ PR ഏജൻസിയായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന അവർ നൽകിയ സ്റ്റേറ്റ്മെന്റിലുണ്ടായ പിശകാണ്. അതായത് ഇവർക്ക് നൽകുകയില്ലേ, ചാർട്ടേഡ് അക്കൗണ്ടന്റിന് ഒരു ഇത് നൽകും. അപ്പോൾ അതിലുണ്ടായ ഒരു പിശകിന്റെ അടിസ്ഥാനത്തിലാണ് ഈ രീതിയിലുള്ള ഒരു വലിയ പ്രശ്നത്തിലേക്ക് പോകുന്നത്. പിന്നീട് നമ്മൾ നന്ദഗോവിന്ദം ഭജൻസ് അവർക്ക് തുക നൽകി എന്ന് പറയപ്പെടുന്നുണ്ട്. നന്ദഗോവിന്ദം ഭജൻസിനെ സംബന്ധിച്ച് തുക നൽകിയതായി എവിടെയും രേഖകളില്ല. അങ്ങനെ അവർ വാങ്ങിയിട്ടില്ല. കാര്യം അവർ പരിപാടി അവതരിപ്പിച്ചിട്ടില്ല. നന്ദഗോവിന്ദം ഭജൻസിനെ പോയി കണ്ടിരുന്നു എന്നുള്ളത് ശരിയാണ്. ആ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെ പോയി കണ്ടിട്ട് അത് എങ്ങനെയെങ്കിലും ഒരു പരിപാടി അവതരിപ്പിക്കുന്ന ബുക്കിങ്ങിന് പോയ സമയത്ത് അവർക്ക് ആ ദിവസം തൃശ്ശൂരിൽ മറ്റൊരു പരിപാടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർക്ക് ആഗോള അയ്യപ്പ സംഗമത്തിൽ ഒരു പരിപാടി അവതരിപ്പിക്കാൻ കഴിയില്ല. പകരം ഇഷാൻ ദേവ് എന്ന് പറയുന്ന ഒരു മ്യൂസീഷ്യനെ പോയി കാണുന്നു. ഇഷാൻ ദേവിനെ കണ്ടതിന് ശേഷം ഇഷാൻ ദേവ് ഓക്കെ പറയുന്നു, ഇഷാൻ ദേവ് വരുന്നു. ഏകദേശം 35ഓളം വരുന്ന ആളുകൾ അവിടെ വന്ന് നിന്നുകൊണ്ട് പരിപാടി അവതരിപ്പിച്ചതിന്, നല്ലൊരു സംഗീത വിരുന്ന് നൽകിയതിന് ഏകദേശം 8 ലക്ഷം രൂപയാണ് നൽകിയിരിക്കുന്നത്. ആ 8 ലക്ഷം രൂപ ഇദ്ദേഹത്തിൻ്റെ, അതായത് ഇഷാൻ ദേവിൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്തതിൻ്റെ ഡീറ്റെയിൽ അവിടെ ഉണ്ട്.
ആ ഡീറ്റെയിൽസ് എല്ലാം അവിടെയുണ്ട്. അപ്പോൾ എവിടെയാണ്, ആർക്കാണ് പ്രശ്നം ഉണ്ടായത്? ഇത് കരുതിക്കൂട്ടിക്കൊണ്ട് നടത്തിക്കൊണ്ട് ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് കരുതിക്കൂട്ടി നടത്തുന്ന അക്രമത്തിന്റെ ഭാഗമാണ് ഇതെന്ന് മാത്രമേ നമുക്ക് കരുതാൻ കഴിയുള്ളൂ. ഒരു ആക്രമണം നടത്തുക, സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുക, 11 കോടി രൂപ അവിടെ ചെലവഴിക്കപ്പെട്ടു, കോടിക്കണക്കിന് രൂപ സർക്കാരിൻ്റെ ചെലവഴിക്കപ്പെട്ടു, ദേവസ്വം ബോർഡിൽ നിന്ന് ചെലവഴിച്ചു, അതിനൊന്നും കണക്കില്ല. മുഖ്യമന്ത്രിയുടെ ദൂർത്ത് നടന്നു, ഭക്ഷണം കൊടുത്തതിനകത്ത് ദൂർത്ത് അത് നടന്നു, താമസ സൗകര്യം ഒരുക്കുന്നതിന് ഡീസൽ അത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ടകടച്ചാണ് എല്ലാം കൂടെ വാരി പെറുക്കി ഇട്ടുകൊണ്ട് അലക്കുകയാണ് ശരിക്കും ഇപ്പം പ്രതിപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് അവർക്ക് വീണ് കിട്ടിയ ഒരു സംഭവമാണ്. കാര്യം ഇതുവരെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ 10 വർഷമായി സർക്കാരിലെ ഒരു മന്ത്രിയെ പോലും നിയമസഭയ്ക്കുള്ളിൽ അഴിമതിയുടെ പേരിൽ അവർക്ക് പൊരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഒരു അഴിമതി എന്തുകൊണ്ട് ഉയർത്തിക്കൊണ്ട് വരുന്നില്ല? കഴിഞ്ഞ 10 വർഷമായിട്ട് VN വാസവൻ അഴിമതിക്കാരനാണെങ്കിൽ എന്തുകൊണ്ട് അത് ഉയർത്തിക്കൊണ്ട് വന്നില്ല? മുഖ്യമന്ത്രി പിണറായി വിജയൻ അഴിമതിക്കാരനാണെങ്കിൽ എന്തുകൊണ്ട് ആ ഒരു അഴിമതി ആരോപണം തെളിവ് സഹിതം സഭയിൽ സബ്മിറ്റ് ചെയ്യാൻ അവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല? മന്ത്രി വീണ ജോർജ് അഴിമതിക്കാരിയാണെങ്കിൽ എന്തുകൊണ്ട് വീണ ജോർജിനെതിരായ ഒരു ആരോപണം ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തിനകത്ത് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല? ഈ KN ബാലഗോപാൽ അഴിമതിക്കാരനാണെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തിനെതിരായ ഒരു ആരോപണം ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞില്ല? ഇതെല്ലാം ആരോപണം ഉയർത്തിയാൽ മാത്രം പോരാ, തെളിവുകളടക്കം എന്തുകൊണ്ടാണ് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയാതെ പോയത്? അതേസമയം ഉമ്മൻചാണ്ടിയുടെ ഭരണകാലഘട്ടത്തിലേക്ക് നോക്കൂ. ഉമ്മൻചാണ്ടി അഴിമതിക്കാരനാണെന്നും കൈക്കൂലിക്കാരനാണെന്നും ഉമ്മൻചാണ്ടി പലർക്കും വേണ്ടി അനാവശ്യമായി വിട്ടുവീഴ്ചകൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങൾ അന്നത്തെ പ്രതിപക്ഷമായിരുന്നില്ല ഉയർത്തിയത് സഭയിൽ തെളിവുകളടക്കം അതായത് UDFന്റെ തന്നെ നേതാക്കന്മാരായിരുന്നു അന്ന് ഉയർത്തിക്കൊണ്ടുവന്നത്. എന്നിട്ട് അതോടൊപ്പം തന്നെ ഈ ഉമ്മൻചാണ്ടിക്ക് അടക്കമുള്ള നേതാക്കന്മാരെ പിന്നിൽ നിന്ന് പീഡിപ്പിച്ചതും അവരെ അറസ്റ്റ് ചെയ്യിച്ചതുമൊക്കെ KM മാണി അടക്കം അറസ്റ്റ് ചെയ്യിച്ചതുമൊക്കെ അല്ലെങ്കിൽ അവർക്ക് വിജിലൻസിന് നോട്ടീസ് അടക്കം എത്തിക്കുകയും അവരുടെ വീടുകൾ റെയ്ഡ് പോലും നടത്തിയത് ആരായിരുന്നു ചെയ്തത്? അന്നെല്ലാം UDFന്റെ സർക്കാർ ഭരിക്കുന്ന കാലഘട്ടത്തിലായിരുന്നു. അതായത് സ്വന്തം മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒക്കെ അഴിമതിക്കാരാണ്, അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ഒരു സർക്കാരായിരുന്നു ഉമ്മൻചാണ്ടിയുടേത് എന്ന് വരുത്തി തീർത്തത് അതേ മന്ത്രിസഭയിൽപ്പെട്ട ആളുകൾ തന്നെയായിരുന്നു. അല്ലാതെ പുറത്തു നിന്ന് ആരും ആയിരുന്നില്ല ഇവർക്കെതിരെ ചരട് വലിച്ചത്. ജോപ്പനെ അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എടുക്കുന്ന സമയത്ത് KC ജോസഫും ഉമ്മൻചാണ്ടിയും കേരളത്തിൽ ഇല്ലെന്നേ. ആ സമയത്തല്ലേ ജോപ്പനെ അറസ്റ്റ് ചെയ്യുന്നത്? സലിം രായ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഗൺമാനെ അറസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എന്തൊക്കെ നടപടിക്രമങ്ങൾ നടത്തിയതാണ് എന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ അങ്ങനെയുള്ള UDFനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഇപ്പോൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മന്ത്രിമാർക്കെതിരായി സജി ചെറിയാനെതിരായിട്ടോ ശിവൻകുട്ടിക്കെതിരായിട്ടോ അതല്ലെന്നുണ്ടെങ്കിൽ വീണ ജോർജിനെതിരായിട്ടോ ആർക്കെതിരെ ആയിരുന്നാൽ പോലും ഒരു രൂപയുടെ അഴിമതി നിങ്ങൾക്ക് സഭയിൽ തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? സഭയിൽ ഉയർത്തിക്കൊണ്ടുവരാനോ സഭയിൽ അത് തെളിയിക്കാനോ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഇതൊന്നും തെളിയിക്കാൻ കഴിയാത്തത് കൊണ്ട് ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് UDF ചിലതിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി കിടക്കണമെങ്കിൽ ഇത് വേണം, 1 ലക്ഷം രൂപയുടെ കട്ടിലും ബെഡും വേണം, ഇങ്ങനെ തുടങ്ങി അവിടെ ഡീസൽ അടിച്ച ചാർജ്, ഭക്ഷണം കൊടുത്തത് 4000 പേർക്കുള്ള ഭക്ഷണം എന്നുള്ളത് 8000 ആക്കി പെരുപ്പിച്ച് കാണിക്കുന്നു എന്ന് തുടങ്ങി നിരവധിയായ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് സർക്കാരിനെ വീണ്ടും കരിവാരി തേക്കാനുള്ള മനഃപൂർവ്വവും ബോധപൂർവമായ ശ്രമമാണ് സത്യത്തിൽ ഇക്കാര്യത്തിൽ പോലും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് സുവ്യക്തമാണ്. ഇത് സംബന്ധിച്ച് PS പ്രശാന്ത് തന്നെ അദ്ദേഹത്തിന്റെ നിലപാട് വളരെ കൃത്യമായി വ്യക്തമാക്കുകയും ചെയ്തതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.